എന്ത് യാചിച്ചാലും. ഹലോ, അപ്പോ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവന് പ്രസാദമുള്ളത് ചെയ്യാൻ കഴിയൂ. ഒരല്പം കൂടെ വ്യക്തമാക്കിയാൽ, അവന് പ്രസാദമുള്ളത് ചെയ്യാൻ തീരുമാനിച്ചവൻ അവന്റെ കൽപ്പനകളെ അനുസരിക്കും. ഹലോ, കൽപ്പന അനുസരിക്കുന്നവൻ പ്രസാദമുള്ളത് ചെയ്യും. പ്രസാദമുള്ളത് ചെയ്യാൻ തീരുമാനിച്ചവൻ കൽപ്പന അനുസരിക്കും. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. അങ്ങനെ പ്രസാദമുള്ളത് ചെയ്താൽ അവൻ എന്ത് യാചിച്ചാലും, ഹലോ, എന്ത് യാചിച്ചാലും അതവന് ദൈവം നൽകി കൊടുക്കും. ഇന്ന് പകൽ നീ ദൈവം പ്രസാദിക്കുന്ന വഴിയിലാണെങ്കിൽ, അവന്റെ കൽപ്പന അനുസരിച്ച്, അവന്റെ പ്രമാണത്തിൽ നിലകൊണ്ട്, അവന്റെ വഴിയിലാണ് നീ നിൽക്കുന്നതെങ്കിൽ, അവന്റെ വഴിയിലാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ, ഇന്ന് പകൽ യാചന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന്, നിന്റെ യാചനയ്ക്ക് മറുപടി നൽകുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ചു പറയാം, ദൈവത്തിന് പ്രസാദമുള്ളത് നീ ചെയ്താൽ നിന്റെ യാചനയ്ക്ക് ഇന്ന് തന്നെ ഉത്തരം നൽകാം. ചില യാചനകൾ ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്, ചില യാചനകൾ ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്, ചിലതിന്റെ മറുപടി ദിവസങ്ങളിൽ വെളിപ്പെടുന്നുണ്ട്, ചില പ്രാർത്ഥനയുടെ മറുപടി, ചില യാചനയുടെ മറുപടി ഈ ദിവസങ്ങളിൽ അവന് പ്രസാദമുള്ളത് ചെയ്യുന്ന അവന്റെ മക്കൾക്ക് വേണ്ടി, അവന്റെ കുടുംബത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരുന്നത്. പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടട്ടെ, യാചനയുടെ മറുപടി വെളിപ്പെടട്ടെ. യാചിച്ചാൽ കേൾക്കുന്നതിന് ദൈവമുണ്ട്, പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്നതിന് ദൈവമുണ്ട്, കരുണ കാണിക്കുന്നതിന് ദൈവമുണ്ട്. ഇന്ന് മകൻ യാചനത്തിന് അവന്റെ സാന്നിധ്യമുണ്ട്. അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ, അനുഭവിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. കൽപ്പന അനുസരിക്കുന്നവനില്ല ദൈവം പ്രസാദിക്കുന്നത്. ഹലോ, ദൈവപുത്രനായാലും കൊള്ളാം, മനുഷ്യപുത്രനായാലും കൊള്ളാം. ഇല്ല, ദൈവപുത്രനായാലും കൊള്ളാം, മനുഷ്യപുത്രനായാലും കൊള്ളാം, കൽപ്പന അനുസരിച്ചാലേ പ്രസാദിക്കൂ.